ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വപ്നങ്ങൾ എത്ര വലുതായിരിക്കുന്നുവോ അത്ര കണ്ട് വലുതായിരിക്കും നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും. അത്ര മഹത്തായ നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ വെറുതെ പ്രവർത്തിച്ചാൽ മാത്രം പോരാ, വലിയ സ്വപ്നങ്ങൾ കാണാൻ കൂടി കഴിയണം. വലിയ സ്വപ്നങ്ങളിൽ നിന്നാണ് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുക. ഒരു ഉദാഹരണം പറയാം. മൈക്രോ ക്രെഡിറ്റ് അഥവാ മൈക്രോ ഫിനാൻസ് എന്നത് സാധാരണ ജനങ്ങൾക്കും ദരിദ്രർക്കും വായ്പകൾ നൽകുന്ന ഒരു സംവിധാനമാണ്. ജാമ്യമോ ഈടോ സ്ഥിര വരുമാനമോ മെച്ചപ്പെട്ട തിരിച്ചടവ് ചരിത്രമോ ഇല്ലാത്ത ദരിദ്രർക്കാണ് ഇന്ന് നിലവിലുള്ള ബാങ്കുകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് ചെറു വായ്പകൾ നൽകുന്ന സ്വയം പര്യാപ്തരാവുക എന്നതാണ് മൈക്രോ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായി മൈക്രോ ക്രെഡിറ്റിംഗ് സ്ഥാപനങ്ങൾ നടത്തുന്നത് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകൾ, സ്വയം സഹായ സംഘങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, സൊസൈറ്റികൾ, ബാങ്കിങ്ങേതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയാണ്. ഇങ്ങനെ ഒരു സ്വപ്നം ആദ്യമായി കണ്ടത് പ്രൊഫസർ മുഹമ്മദ് യൂനുസ് ആണ്. അദ്ദേഹം സ്വപ്നം കാണുക മാത്രമല്ല, അത്തരത്തിലൊന്ന് പ്രാവർത്തികമാക്കുക കൂടി ചെയ്തു. അതാണ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക്. മൈക്രോ ക്രെഡിറ്റ് രംഗത്ത് ലോകപ്രശസ്തമായ ആദ്യത്തെ മാതൃക. ഇതുവഴി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സഹായിച്ചു. ഇന്ന് അദ്ദേഹത്തിന് 83 വയസ്സുണ്ട്. നോക്കണേ, അദ്ദേഹത്തെ ഇപ്പോൾ ബംഗ്ലാദേശ് കോടതി 6 മാസത്തേക്ക് തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. ഈ വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. മുഹമ്മദ് യൂനുസിൻ്റെ തുടർച്ചയായ ജുഡീഷ്യൽ പീഡനത്തിനെതിരെ 105 നോബൽ സമ്മാന ജേതാക്കൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് കത്തെഴുതി. തീർന്നില്ല. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ മുതൽ UN സെക്രട്ടറി ജനറൽ ബാങ് മൂൺ തുടങ്ങി 160 അന്തർദേശീയ പ്രമുഖർ ഈ വിധിക്കെതിരെ സംയുക്ത പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇത് ബംഗ്ലാദേശിൽ മാത്രം ഉള്ള കാര്യമല്ല കേട്ടോ. ആരാണ് ഈ മുഹമ്മദ് യൂനുസ്? മുഹമ്മദ് യൂനുസ് 1940 ജൂൺ 28 ജനിച്ചത്. 1957 അദ്ദേഹം ധാക്ക സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ MA പൂർത്തിയാക്കി. 1969 സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD നേടി. 1960 മുതൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിരിക്കുമ്പോഴായിരുന്നു. അങ്ങനെയിരിക്കെ 1974 സ്വന്തം രാജ്യത്ത് അനുഭവപ്പെട്ട ക്ഷാമം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. അതിനൊരു പരിഹാരം കണ്ടെത്താൻ ആ പ്രശ്നം സൂക്ഷ്മമായി പഠിച്ചത് ഒരു ടേണിംഗ് സ്പോട്ടായി മാറി. ക്ഷാമത്തിൻ്റെ രൂക്ഷത കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. ഗ്രാമത്തിലെ 42 പേർക്ക് തൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകി. പിന്നെ കൊള്ളപ്പലിശക്കാരുടെ വായ്പ തിരിച്ചടയ്ക്കാനും ആ പാവങ്ങളെ സ്വതന്ത്രരാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ദരിദ്രരിൽ ദരിദ്രരായവർക്ക് വായ്പ നൽകുവാൻ പരമ്പരാഗത ബാങ്കുകൾ ഒന്നും തന്നെ തയ്യാറല്ലെന്നും അദ്ദേഹം കണ്ടെത്തി. അങ്ങനെയാണ് ദരിദ്രർക്ക് വേണ്ടി കൂടുതലും സ്ത്രീകൾക്ക് ഈടില്ലാതെ വരുമാനമുണ്ടാക്കാവുന്ന പ്രവർത്തനങ്ങൾക്കായി ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സഹായിക്കുന്നതിന് ചെറിയ വായ്പകൾ നൽകുന്ന ബാങ്കിംഗ് രീതിക്ക് തുടക്കം കുറിച്ചത്. ദുർബല വിഭാഗങ്ങൾക്കിടയിൽ ഈടില്ലാത്ത ഹ്രസ്വകാല വായ്പ നൽകി. അതുകൊണ്ട് മൈക്രോ ഫിനാൻസ് വ്യവസായം വളർച്ചയുടെ പടവുകൾ താണ്ടാൻ തുടങ്ങി. അങ്ങനെ 1970കളിലാണ് മൈക്രോ ഫിനാൻസ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ മൈക്രോ ഫിനാൻസ് കമ്പനികൾ പ്രവർത്തിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 45% പേരും ഇന്നും ബാങ്കിംഗ് സേവനങ്ങൾ ലഭിക്കാത്തവരാണ് എന്നോർക്കണം. മുഖ്യധാരയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഇക്കൂട്ടരെ തേടിപ്പിടിച്ച് മൈക്രോ ഫിനാൻസ് കമ്പനികളിലൂടെ ധനകാര്യ സേവനങ്ങൾ നൽകി വരുന്നു. ആദ്യകാലങ്ങളിൽ മൈക്രോ ഫിനാൻസ് എന്ന ആശയം ലോകത്തെമ്പാടും എത്തിക്കാൻ ഏറെ പണിപ്പെട്ടു മുഹമ്മദ് യൂനുസ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ യൂനുസിൻ്റെ ഗ്രാമീൺ ബാങ്കിന് കഴിഞ്ഞു. മൈക്രോ ഫിനാൻസ് കമ്പനികൾ നൽകി വരുന്ന ചെറുകിട വായ്പകൾ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇത്തരം സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സേവനങ്ങളും സാമൂഹിക പുരോഗതിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇതര പ്രവർത്തനങ്ങളും വ്യക്തികളിലും കുടുംബങ്ങളിലും തന്മൂലം സമൂഹത്തിലും സാരമായി പരിവർത്തനത്തിനും കാരണമായി തീർന്നു. വ്യക്തികൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുന്നതിനും ദുർബല വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഉപകരിച്ചു. മുഹമ്മദ് യൂനുസ് തുടങ്ങിയ ആ ഗ്രാമീൺ ബാങ്കിൻ്റെ വിജയത്തെ തുടർന്ന് ലോകത്തെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങളിൽ മൈക്രോ
ലോൺ എന്ന ആശയം വൻതോതിൽ വ്യാപകമായി. ഇന്ന് ഈ ഗ്രാമീൺ ബാങ്കിന് ലക്ഷക്കണക്കിന് അംഗങ്ങളുണ്ട്. അതിൽ 97% സ്ത്രീകളാണ്. 2006 നോർവീജിയൻ നോബൽ കമ്മിറ്റി പ്രൊഫസർ യൂനൂസിനും ഗ്രാമീൺ ബാങ്കിനും താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനത്തിന് വഴിതെളിച്ചതിൻ്റെ പേരിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി. ഇതൊന്നും ബംഗ്ലാദേശ് ഭരിക്കുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രശ്നമല്ല. മുഹമ്മദ് യൂനൂസിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ്. യൂനൂസിനെ ജയിലിലടച്ചതിനുള്ള കാരണങ്ങൾ പറയുന്നത് അഴിമതി, തൊഴിൽ നിയമ ലംഘനം തുടങ്ങി 100-ലേറെ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഒട്ടേറെ ജനപിന്തുണയുള്ള യൂനൂസ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്നതാണ് ഹസീനയെ ഭയപ്പെടുത്തുന്ന സംഗതി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജയിലറയ്ക്കകത്താക്കിയത്. ഒരു കാലത്ത് ജനാധിപത്യത്തിൻ്റെ കാവൽമാലാഖയായി വാഴ്ത്തപ്പെട്ടവർ, 7 ലക്ഷം റോഹിംഗ്യർക്ക് അഭയം നൽകിയ കരുണാസ്വരൂപിണി, സർവോപരി ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് മുജിബുർ റഹ്മാൻ്റെ പ്രിയപുത്രി, നീണ്ടകാലത്തെ അധികാരം കൊണ്ടവർ ഏകാധിപതിയായി മാറിയിരിക്കുന്നു. ഇങ്ങനെ പ്രതിപക്ഷ നേതാക്കളെയും പത്രപ്രവർത്തകരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും എന്നുവേണ്ട സർക്കാരിനെതിരെ പ്രതികരിക്കുന്നവരെയൊക്കെ ജയിലിനുള്ളിൽ ആക്കാം എന്ന വ്യാമോഹമാണ് ഹസീന സർക്കാരിന്. എന്നാൽ ലോകത്തിനെന്നും മാതൃകയാണ് പ്രൊഫസർ മുഹമ്മദ് യൂനൂസ്. ആ മാതൃക പിന്തുടർന്ന് ഇത്തരത്തിൽ ശ്രദ്ധേയയായ ഒരു അഭിഭാഷകയെ കൂടി നമുക്ക് പരിചയപ്പെടാം. പേര് ഇൻഡിഗ്രറ്റ് മൺറോ. അങ്ങ് സ്വീഡനിൽ ഒരു ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകൻ്റെ മകളാണ് ഇൻഡിഗ്രോ. ഇവർ വിദ്യാഭ്യാസാനന്തരം അഭിഭാഷകയും ആർക്കിടെക്റ്റുമായി ജീവിതം ആരംഭിച്ചു. അതിനിടെ 8 വർഷക്കാലം സ്വീഡിഷ് ഗവൺമെൻറ്റിൻ്റെ ബ്യൂറോ ഓഫ് ഹൗസിൽ റിസർച്ചിങ് ജോലി നോക്കി. ഇതിനിടെ പാവപ്പെട്ടവരുടെ ഏറ്റവും വലിയ പ്രശ്നം സ്വന്തമായി വീടില്ല എന്നതാണെന്ന് മനസ്സിലാക്കി. അതോടെ ജീവിതം തന്നെ അതിനായി ആ സ്ത്രീ മാറ്റിവെച്ചു. പിന്നെ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനായി രൂപീകരിച്ച ഒരു അമേരിക്കൻ സംഘടനയുടെ നേതൃത്വം ഏറ്റെടുത്തു ഇൻഡിഗ്രറ്റ് മൺറോ. 1985 കെനിയയിലെത്തി. ആ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി. ദരിദ്രരും സ്വന്തമായി വീടില്ലാത്തതുമൂലം പാവപ്പെട്ടവരനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും പഠനം നടത്തി. ഇതിനിടെ ഇൻഡിഗ്രറ്റ് മൺറോ വിവാഹിതയായി. കനേഡിയൻ പൗരത്വമുള്ള വരനോടൊപ്പം കെനിയൻ തെരുവുകളിൽ നിന്നും 7 വയസ്സുള്ള ഒരു കുട്ടിയെ ദത്തെടുത്തു. ആ കുടുംബത്തിൻ്റെ ദയനീയമായ അവസ്ഥ മനസ്സിലാക്കിയ ഇൻഡിഗ്രറ്റ് മൺറോ പിന്നീട് അവൻ്റെ സഹോദരങ്ങളെയും ദത്തെടുത്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ ആ ഒരു സമൂഹം അനുഭവിക്കുന്ന യാതനയുടെ വ്യാപ്തി അവർ മനസ്സിലാക്കി. സ്വന്തമായി പണമുണ്ടെങ്കിൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാനാവുമെന്നറിഞ്ഞ ഇൻഡിഗ്രറ്റ് മൺറോ തൻ്റെ ചിന്ത ആ വഴിക്ക് തിരിച്ചു. ഒടുവിൽ മൈക്രോ ഫിനാൻസിൻ്റെ ആസൂത്രകനായ മുഹമ്മദ് യൂനൂസിനെ നേരിൽ കണ്ട് കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ഒരു പുതിയ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. അതാണ് കെനിയയിലെ ജാമി ബോറിയ. അതെ, ഒരു പറ്റം തെരുവ് തെണ്ടികളെയും ഗുണ്ടകളെയും സംഘടിപ്പിച്ച് അവർ പടുത്തുയർത്തിയ മഹനീയ പ്രസ്ഥാനമാണ് ജാമി ബോറിയ. ഇന്നിതിന് ഒട്ടേറെ ശാഖകളുണ്ട്. വളരെ എളിയ നിലയിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് രാജ്യം മുഴുവൻ പന്തലിച്ച് ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ്. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന കെനിയൻ ചേരികളിൽ ഉത്ഭവിച്ച ഈ സംഘടന ഇന്ന് രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നേറുകയാണ്. സ്ത്രീകളെ കേവലം 2ാം തരം പൗരന്മാരായി കാണുന്ന കെനിയൻ സംസ്കാരത്തിൽ ചേരി നിവാസികളായ 50 സ്ത്രീകളോടൊപ്പമാണ് ഇൻഡിഗ്രറ്റ് മൺറോ എന്ന മഹതി ജാമി ബോറിയ എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അവർക്കെല്ലാം കുറഞ്ഞ പലിശയ്ക്ക് ചെറിയ തുകകൾ ഇവർ വായ്പയായി നൽകി. ഓരോ സ്ത്രീയും തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് മിച്ചം വയ്ക്കാം എന്ന് സമ്മതിച്ചതിൻ്റെ ഇരട്ടി തുകയാണ് ഇവർക്ക് ഇൻഡിഗ്രറ്റ് വായ്പയായി നൽകിയത്. ആഴ്ചയിൽ മിനിമം 50 സെൻറ്റെങ്കിലും മിച്ചം വയ്ക്കണം എന്നായിരുന്നു അവർക്കുള്ള നിർദ്ദേശം. ഇന്ന് ആ 50 പേരും 50 സെൻറ്റ് സമ്പാദ്യം എന്ന പരിധിയും പിന്നിട്ട് 3.5 ലക്ഷത്തിലേറെ അംഗങ്ങൾ ഉള്ള ഒരു വലിയ പ്രസ്ഥാനമായി ജാമി ബോറിയ മാറിയിരിക്കുന്നു. ഒരു വ്യക്തിക്ക് ജാമി ബോറിയയിൽ അംഗമാകാൻ ഏതെങ്കിലും ഒരു ശാഖയിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യണം. 5 പേരുടെ ഒരു കൂട്ടമായി മാത്രമേ അംഗത്വം എടുക്കാൻ കഴിയുകയുള്ളൂ. അംഗമായാൽ ഉടൻ തന്നെ ഇവർക്ക് ഒരു ATM കാർഡ് ലഭിക്കും. ഈ കാർഡ് വഴിയാണ് പണം നിക്ഷേപിക്കേണ്ടതും വായ്പ എടുക്കേണ്ടതും. തുടർച്ചയായി 6 ആഴ്ചയെങ്കിലും നിക്ഷേപം നടത്തിയതിന് ശേഷം മാത്രമേ ഒരാൾക്ക് വായ്പ എടുക്കാൻ സാധിക്കുകയുള്ളൂ.
അയാൾ സമ്പാദിച്ചതിൻ്റെ ഇരട്ടി തുകയാണ് വായ്പാ പരിധി. അംഗത്തിൻ്റെ സംഘത്തിലെ മറ്റുള്ളവരുടെ സമ്പാദ്യമാണ് ഇവിടെ സെക്യൂരിറ്റി തുകയായി വർത്തിക്കുക. സംഘത്തിലെ മറ്റംഗങ്ങളോടുള്ള സൗഹൃദവും പരസ്പര ധാരണയും മൂലം വായ്പ എല്ലാവരും കൃത്യമായി അടയ്ക്കുമെന്നതാണ് ജാമി ബോറിയായുടെ പ്രമാണം. മൈക്രോ ഫിനാൻസിംഗ് കൊണ്ട് നേടുന്ന ലാഭം, അതുകൊണ്ട് മറ്റ് സാമ്പത്തിക പദ്ധതികളും ജാമി ബോറിയയിലൂടെ ഇൻറ്റിഗ്രേറ്റ് കണ്ടെത്തി. ഈ പദ്ധതികൾ വഴി 93% കിട്ടാക്കടങ്ങളാണ് ഇൻറ്റിഗ്രേറ്റ് മൺട്രോയ്ക്ക് തിരിച്ചു കിട്ടിയത്. ഇങ്ങനെ കിട്ടാക്കടം പെരുകിയപ്പോൾ ഓരോ അംഗത്തിൻ്റെയും വീട് സന്ദർശിച്ച മൺട്രോയ്ക്ക് എല്ലാ വീട്ടിലെയും ഒരു വ്യക്തിയെങ്കിലും അസുഖബാധിതരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിനെന്ത് പ്രതിവിധി എന്ന ആലോചനയിൽ നിന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് എന്ന ആശയം ഉടലെടുത്തത്. ഇന്ന് കെനിയയിലെ ആശുപത്രികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒട്ടേറെ കുടുംബങ്ങൾ സുരക്ഷിതരാണ്. ഗർഭിണികൾ, HIV ബാധിതർ തുടങ്ങിയവരെ പോലും ഇൻഷുറൻസ് പരിരക്ഷയിൽ നിന്ന് പുറത്താക്കുന്നില്ല. ജാമി ബോറിയയുമായുള്ള ഇടപാടുകാരിലധികവും ആദ്യമായാണ് വായ്പ എടുക്കുന്നതെന്നും അവർക്ക് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയില്ലെന്നും മനസ്സിലാക്കിയ ഇൻറ്റിഗ്രേറ്റ് മൺട്രോ ഒരു ബിസിനസ് സ്കൂൾ കൂടി ആരംഭിച്ചു. ഒരു സുസ്ഥിരമായ വ്യാപാര അടിത്തറ സൃഷ്ടിച്ച ജാമി ബോറിയയിലെ അംഗങ്ങൾ തന്നെയാണ് ബിസിനസ് സ്കൂളിൽ അവർക്ക് വേണ്ട ക്ലാസുകൾ എടുക്കുന്നതും. ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകകളിൽ ഒന്നായി പ്രൊഫസർ മുഹമ്മദ് യൂനൂസിൻ്റെയും ശ്രീമതി ഇൻറ്റിഗ്രേറ്റ് മൺട്രോയുടെയും പ്രവൃത്തികളെ നമുക്ക് കാണാനാകും. അത്രയ്ക്കൊന്നും ചെയ്യാനായില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്കും ചെയ്യാൻ കഴിയും. ഈ പുതുവർഷാരംഭത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയുമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു. ഗുഡ് ബൈ.